മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് 4ാമത്തെ റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഇവിടെ പറയുന്നത്. ഈ 3 ടെക്നിക്കുകളും കേട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു മുൻപുള്ള 3 ടെക്നിക്കുകളും കേട്ടതിന് ശേഷം അത് അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ഈ 30 ഡേയ്സ് 30 ടെക്നിക്സ് ആണ് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഓരോ ടെക്നിക്സും ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോന്നും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആഫ്റ്റർ 30 ഡേയ്സ് യു വിൽ ബിക്കം എ ന്യൂ പേഴ്സൺ, എ ബ്രാൻഡ് ന്യൂ പേഴ്സണായി മാറുന്നത്. ഇന്നത്തെ ടെക്നിക്കിൽ നമ്മൾ പറയുന്നത് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. ധാരാളം പ്രാവശ്യം നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു ടേമാണ് മൈൻഡ് സെറ്റ്. എന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് ശരിയില്ല, അയാളുടെ മൈൻഡ് സെറ്റ് ശരിയല്ല, ഇങ്ങനെയൊക്കെ പറയണം. എന്താണ് മൈൻഡ് സെറ്റ്? അപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഡ് ഓഫ് ഓണർ ഒക്കെ ഉണ്ട്. നമ്മളുടേതായ കുറെ സിസ്റ്റംസ് ഉണ്ട്. നമ്മളുടെ ചില സ്ട്രോങ് ആയിട്ട് നമ്മളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യകാരണങ്ങളുണ്ട്. ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു കാര്യത്തെ കാണുന്നത്, അതിനെ വിലയിരുത്തുന്നത്, അതിന് നമ്മൾ കൊടുക്കുന്ന റെസ്പോൺസും റിയാക്ഷനും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മൈൻഡ് സെറ്റിന് ചേരുന്ന രീതിയിലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യത്തെ 2 വീഡിയോയിലും പറഞ്ഞു, 3ാമത്തെ വീഡിയോയിൽ പറഞ്ഞ ഗോൾ സെറ്റ് ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞ പോലെ 90 ഡേയ്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഈ 2024 ഡിസംബറിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ചു എന്ന് തന്നെ വിചാരിക്കുക. 2 ദിവസം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് നമ്മൾ വെച്ച മനസ്സിലാക്കിയ അല്ലെങ്കിൽ ചെയ്തു തുടങ്ങിയ ആക്ടിവിറ്റീസിൽ നമ്മൾ ഗിവപ്പ് ചെയ്തു. പല കാരണങ്ങളുണ്ടായേക്കാം. അങ്ങനെ ഗിവപ്പ് ചെയ്യുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്, ഇത് എനിക്ക് പറ്റിയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇതിനായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നെ പോലെയുള്ളവർക്കൊന്നും ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, വീട്ടിലെ കാര്യം അല്ലെങ്കിൽ ഓഫീസിലെ ജോലി അല്ലെങ്കിൽ ബിസിനസിന്റെ ഇടയിൽ എനിക്ക് എവിടെയാണ് സമയം. ഇതൊരു മൈൻഡ് സെറ്റാണ്. എനിക്ക് ഇത്രയൊക്കെ പറ്റൂ, അതൊരു മൈൻഡ് സെറ്റാണ്. ഞാൻ ചെയ്താൽ അല്ലെങ്കിലും ശരിയാവില്ല, മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെയാണ്, എന്റെ നേരെ മറ്റുള്ളവർ എപ്പോഴും ഇങ്ങനെയാണ്, ഇതൊക്കെ ഒരു മൈൻഡ് സെറ്റാണ്. ഇത് നമുക്ക് നമ്മുടെ പല രീതിയിലുമാണ് നമുക്ക് ഇത്രയും കാലം ഈ മൈൻഡ് സെറ്റ് ഈ രീതിയിലേക്ക് വരാൻ പല കാരണങ്ങളുണ്ട്. സോഷ്യൽ റീസൺസ് ഉണ്ട്, അതുപോലെ റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ റീസൺസ് ഉണ്ട്, അതുപോലെ നമ്മുടെ പാരന്റൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ പിയർ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പല ഘടകങ്ങൾ ഇതിലേക്ക് സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തില്ല എങ്കിൽ, ഈ ഇരിക്കുന്ന നിലവിലുള്ള മൈൻഡ് സെറ്റിനെ പ്രോഗ്രാം ചെയ്ത് പുതിയ മൈൻഡ് സെറ്റ് കൊണ്ടുവന്നില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ പുതിയ മൈൻഡ് സെറ്റിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ കാണേണ്ടതെന്ന് പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ നിലവിലുള്ള മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ആകാം, അല്ലെങ്കിൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആകാം, നാരോ മൈൻഡ് സെറ്റ്, ഇതെല്ലാം ഇതിന്റെ അണ്ടറിൽ തന്നെ വരിക. അതായത് ഇപ്പം എപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്, എനിക്ക് വലിയ സമ്പന്നനാകാനുള്ള സാധ്യത വളരെ കുറവാണ്, ഞാനത് നോക്കിയിട്ടൊന്നും എന്റെ മുന്നിൽ കാണുന്നില്ല, എനിക്ക് വിജയിക്കാനുള്ള ഒരു റീസൺസും ഇല്ല എന്ന് ചിന്തിക്കുന്നത് ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണ്. എത്ര കാശുണ്ടെങ്കിലും മനസ്സിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ നമ്മളിലേക്ക് അബണ്ടൻസ് വരികയില്ല. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ളതാണ് പുറത്തത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ നമ്മുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഇങ്ങനെ കാര്യകാരണങ്ങൾ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക്, ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലം എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പറയുന്നത് നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ, അതായത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്കെന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്കെന്നോ അല്ലെങ്കിൽ അബണ്ടന്റ് മൈൻഡ് സെറ്റിലേക്ക് ടോട്ടൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, അവിടെ പ്രോഗ്രാമിംഗ് ചെയ്തൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന 7 കാര്യങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. ഈ 7 കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ നല്ല ചേഞ്ചസ് ഉണ്ടാകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത് നമ്മള് ഇമോഷനെ മാസ്റ്റർ ചെയ്യുക.
നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ ഇമോഷന്റെ സ്ലേവ്സ് ആയി മാറാറുണ്ട്. അപ്പൊ ഇമോഷനെ മാസ്റ്റർ ചെയ്യുക. ഇമോഷനെ മാസ്റ്റർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഇതിനു മുൻപുള്ള വീഡിയോയിൽ തന്നെ ഇതിനു മുൻപ്, അതായത് വളരെ ഒരു 6 months ബാക്ക് ഞാൻ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും ഫിക്സ്ഡ് മൈൻഡ് സെറ്റിന്റെയും ഒരു വീഡിയോ ചെയ്തതിനകത്ത് പറയുന്നുണ്ട് ഹൗ ടു മാസ്റ്റർ അവർ ഇമോഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇമോഷൻസിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത്, അതിന്റെ സ്ലേവായി മാറാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് നമുക്ക് പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്തത്, നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ്, കാഷ്വൽ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിന് വളരെ പവർഫുൾ ആണ്, വാക്കുകൾ വളരെ പവർഫുൾ ആണ്. കാഷ്വൽ വേർഡ്സ് യൂസ് ചെയ്യാതെ വേർഡ്സിനെ വാല്യൂ ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വേർഡ്സിനെ വാല്യൂ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ടു ദ പ്രോസസ്, നോട്ട് ദ റിസൾട്ട്. നമ്മൾ എപ്പോഴും റിസൾട്ട് എന്താവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കില് ആ റിസൾട്ടിനെ കുറിച്ചുള്ള ആങ്സൈറ്റി കാരണം പ്രോപ്പറായിട്ട് ചെയ്യാതെ വരികയും റിസൾട്ട് നെഗറ്റീവായി വരികയും ചെയ്യും. നമ്മൾ ആ പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോസസ്സ് എൻജോയ് ചെയ്യുക. രണ്ട് തരത്തിലുള്ള ആക്ഷൻസ് ആണ് നമ്മൾ നോർമലി ചെയ്യുക. ഇൻസ്പയർഡ് ആക്ഷനും ഓബിയസ് ആക്ഷനും. അതായത് ചില പ്രവൃത്തികൾ നമ്മളിങ്ങനെ ആളുകളുടെ മുന്നിൽ ഞാനത് ചെയ്തു, ഇത് ചെയ്തു, രാവിലെ മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും നേരം വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു ഹാർഡ് വർക്കറാണ് എന്ന് കാണിക്കുന്ന, മറ്റുള്ളവരുടെ മുന്നിലും സ്വയവും നമ്മളോട് തന്നെ കാണിക്കുന്ന ചില വർക്കുകളുണ്ട് ജോലി ചെയ്യുമ്പോൾ. അത് ഏത് ഏരിയയിലാണെങ്കിലും ചില മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ അങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് ചെയ്യുന്നത്, കറക്റ്റ് വർക്കാണോ ചെയ്യുന്നത്, ആപ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള വർക്കാണോ എന്ന് ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്യുന്നു എന്ന് സ്വയത്തെയും സെൽഫിനെയും മറ്റുള്ളവരെയും ബോധിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ആക്ഷൻ ടേക്കേഴ്സ്. അടുത്തത് ഇൻസ്പയർഡ് ആക്ഷൻ. ഇൻസ്പയർഡ് ആക്ഷൻ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ആണത് വരുന്നത്. അപ്പൊ നമ്മൾ തന്നെ ഇനിഷ്യേഷൻ എടുത്ത് നമ്മൾക്ക് പുറത്തുനിന്നൊരു പ്രഷർ ആരെയും കാണിക്കാനോ ഒന്നും അല്ലാതെ നമ്മൾ ചെയ്യുന്ന ചില വർക്കുകളുണ്ട്. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് മാറും. അവിടെ നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ ഇൻസ്പയർ ആയിട്ട് ആക്ഷൻ ചെയ്യുക. എനിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുള്ള ഇൻസ്പയർഡ് ആക്ഷനിലേക്ക് നമ്മൾ മാറണം. അങ്ങനെ മാറുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലിവ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് നോട്ട് ദ പാസ്റ്റ്. നമുക്കറിയുന്ന ഒരുപാട് മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയാണ്, അവര് പാസ്റ്റിൽ ജീവിക്കും. അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് വറി ചെയ്ത്, അതായത് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ആങ്ഷ്യസ് ആയി ഇങ്ങനെ ജീവിക്കും. ലിവ് ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ലിവ് ഇൻ ദ മൊമെന്റ്, ആക്ഷൻ ഇൻ ദ മൊമെന്റ്. നാളേക്ക് വേണ്ടി ജീവിക്കണം, ഈ മൊമെന്റിൽ ആക്ഷൻ ചെയ്യണം. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഓരോ ആക്ഷനെയും കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മളെ നിലവിലുള്ള മൈൻഡ് സെറ്റിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും ഒത്തിരി നോളജ് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ നോളജുകളും നമുക്ക് അവൈലബിൾ ആണ്, ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇൻഫോബിസിറ്റിയുടെ ഒരു കാലഘട്ടമാണ്. അതായത് ധാരാളം നോളജ്, എവിടെ നോക്കിയാലും നമുക്ക് ഇൻഫർമേഷൻ നോളജ് കിട്ടും. പക്ഷെ ആ ലെവലിൽ നിന്നുകൊണ്ട് അടുത്ത ലെവലിലേക്ക് നമ്മൾ മൈനസിനെ ഷിഫ്റ്റ് ചെയ്യണം, വിസ്ഡത്തിലേക്ക് മാറുക. അതായത് പ്രാക്ടിക്കൽ നോളജ്, ഒരു അറിവ്, ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അത് ഡെയിലി ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിച്ച് അതിനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് വിസ്ഡം ഉണ്ടാകുക. വിസ്ഡം ലെവലിലേക്ക് നമ്മൾ ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആവുന്നു. അതിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിനെ പ്രോഗ്രാം ചെയ്ത് ഒരു പുതിയൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ടെക്നിക്കുകൾ എനിക്ക് തോന്നുന്നു ഒരു 6 points ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടാകും. ഈ 6 points നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുക. നാളെ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട്, അടുത്തൊരു റീപ്രോഗ്രാമിംഗ് ടെക്നിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.